8-ാം വാക്യം. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം. ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ട് ലോകത്തിൽ വന്നിരിക്കുന്നു, പിന്നെയും ലോകത്തെ വിട്ട് പിതാവിന്റെ അടുക്കൽ പോകും. ഒറ്റവാക്കിൽ പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, അനുഗ്രഹീതമായ വിശുദ്ധ ദിവസത്തിന്റെ ഈ ധന്യമായ നിമിഷത്തിൽ ഞങ്ങൾക്ക് നിന്റെ വചനവുമായി ദുസന്നിധിയിൽ കടന്നു വരുവാനിടയാക്കിയല്ലോ. ഞങ്ങൾ ധ്യാനിക്കുന്നതും ഞങ്ങൾ ഈ വചനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നതും അവിടുത്തെ ധന്യമായ ആത്മാവിനാലായിരിക്കാം. ഞങ്ങളുടെ ആത്മീക ജീവിതത്തിന് ഏറെ ഗുണത്തിനും അനുഗ്രഹത്തിനും അത് കാരണമായി തീരുവാൻ കർത്താവ് സഹായിക്കണം. കൃപ കൂടെ ഇരുന്ന് അവിടുന്ന് മഹത്വം വരുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വളരെ അനുഗ്രഹീതമായ രീതിയിൽ കുറച്ചധികം ദിവസമായി ഈ വൈകുന്നേരത്തെ ധ്യാനം നോമ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്നു എന്ന് അറിയുന്നതിലും അങ്ങനെ മനസ്സിലാക്കുന്നതിലും വളരെ സന്തോഷം. വളരെ അവിചാരിതമായിട്ടാണെങ്കിലും ഇന്ന് നിങ്ങളോടൊപ്പം ഈ വചനധ്യാനത്തിന് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് സഹായിച്ചതുപോലെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 16-ാം 17-ാം അധ്യായങ്ങൾ വളരെ സവിശേഷമായ ആഴവും അർത്ഥവും ഒക്കെയുള്ള ഒന്നാണ്. അതിനെ ദീർഘമായി മനസ്സിലാക്കുവാൻ ഒറ്റ രാത്രി കൊണ്ട് അല്ലെങ്കിൽ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് ഒരു വലിയ വിഷയത്തിൻ്റെ ഏറ്റവും കാതലായിട്ടുള്ള ഒരു വാക്യം മാത്രമാണ് ഞാൻ ഈ രാത്രിയിൽ നിങ്ങളുടെ മുമ്പിൽ വായിച്ചത്. 16-ാം അധ്യായം 17-ാം അധ്യായവും യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരോട് ഒരുമിച്ചുള്ള വിടചൊല്ലൽ, താൻ ഇവിടം വിട്ട് പോകുന്നുവെന്ന് മനസ്സിലാക്കി അതിനോടനുബന്ധിച്ച് ശിഷ്യന്മാരെ ഒരുക്കുന്നതിനും അവരെങ്ങനെ തുടർന്ന് ഈ ലോകത്തിലും പ്രത്യേകിച്ചും കുരിശിന്റെ സന്നിധിയിലും എങ്ങനെ ആയിരിക്കണമെന്ന് കർത്താവ് അവരെ പഠിപ്പിച്ചതാണ് 16-ാം അധ്യായം. ഞാൻ നാളെ അല്ലെങ്കിൽ ചില ദിവസങ്ങൾ ചില മണിക്കൂറുകൾ കഴിഞ്ഞ് കുരിശിലേക്ക് പോവുകയാണ്. നിങ്ങൾ അപ്പോഴെങ്ങനെ പെരുമാറും, നിങ്ങൾ അപ്പോഴെങ്ങനെ പ്രതികരിക്കും, അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം 17-ാം അധ്യായത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥനയാണ് നമ്മൾ കാണുന്നത്. അതിനെ നമ്മൾ പഠിക്കുവാനായിട്ട് മനസ്സിലാക്കുവാനും ക്രിസ്തുവിന്റെ മഹാപൗരോഹിത്യ പ്രാർത്ഥന എന്ന് പറയും. ഇപ്പൊ മഹാപൗരോഹിത്യ പ്രാർത്ഥന എന്ന് നമ്മൾ വിശേഷിപ്പിക്കുമ്പോൾ പോലും പൗരോഹിത്യമെന്നോ മഹാപൗരോഹിത്യമെന്നോ ഉള്ള ഒരു പദം അതിനകത്തില്ല. പക്ഷെ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടാണ്. എബ്രായ ലേഖനം 10-11 അധ്യായവും ഒക്കെ ബന്ധപ്പെട്ട് ഒരു മഹാപുരോഹിതൻ ചെയ്യേണ്ടുന്ന ശുശ്രൂഷകൾ കർത്താവ് ചെയ്യുന്നു എന്നുള്ളതിന്റെ വെളിച്ചത്തിൽ നമ്മൾ അങ്ങനെ പഠിക്കാനും മനസ്സിലാക്കാനും ആ അധ്യായത്തെ അങ്ങനെ വിശദീകരിക്കുന്നു എന്നുള്ളത്. 17-ാം അധ്യായത്തിൽ 3 പ്രാർത്ഥനകളുണ്ട്. 1, യേശു തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്നു. 2, യേശു ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 3, യേശു സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ 17-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം നമ്മളിന്ന് വായിച്ചതല്ല. ഞാൻ അതൊന്ന് മനസ്സിലാകാൻ വേണ്ടി ആ ഭാഗത്ത് നിന്ന് തുടങ്ങി പുറകിലേക്ക് വരാൻ ആഗ്രഹിക്കും. അവിടെ എഴുതിയിരിക്കുന്ന ഒരു ഭയങ്കരമായ രസകരമായ ഒരു വർത്തമാനം ഇങ്ങനെയാണ്. ഇത് പറഞ്ഞിട്ട് യേശു സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞതെന്തെന്നാണ്. അത് മാത്രം മതി. യേശു സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞതെന്തെന്നാണ്. വളരെ അനുഗ്രഹീതമായ ഒരു ദൗത്യത്തിന് വേണ്ടി കർത്താവ് ഒരുങ്ങി തയ്യാറായി പുറപ്പെടുവാനായിട്ട് പോകുന്നത്. ചില ആശങ്കകളൊക്കെ ഉണ്ട്. അത്ര മാനസികമായിട്ട് ശാരീരികമായിട്ട് അത്ര കരുത്തൊന്നും കർത്താവിനുണ്ടെന്ന് തോന്നുന്നില്ല. ഇടയ്ക്ക് തളരുന്നുണ്ട്, ഇടയ്ക്ക് ക്ഷീണിതനാകുന്നുണ്ട്, ബലഹീനനാകുന്നുണ്ട്, നിരാശപ്പെടുന്നുണ്ട്, പതറിപ്പോകുന്നുണ്ട്. സ്വാഭാവികമാണ്. ഈ ക്രിസ്തുവിന്റെ കുരിശിനെ ആഴവും ദീപ്തവുമാക്കുന്നത് യേശുക്രിസ്തു അവിടെ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ ഈച്ച് ആൻഡ് എവരി മൊമെന്റ് ആൻഡ് സെക്കൻഡ് ക്രിസ്തുവിന്റെ മുന്നിൽ ഒരു ക്യാൻവാസിൽ എന്നോണം ഉണ്ട്. ഓരോ സെക്കൻഡിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്, താൻ അനുഭവിക്കാൻ പോകുന്ന വേദനയുടെ ആഴവും അളവും വ്യാപ്തിയും ഒക്കെ ക്രിസ്തുവിന് നന്നായിട്ട് അറിയാം. ഒരു കുഴിയിൽ ആകസ്മികമായി ചെന്ന് വീഴുന്നതോ
ഒരു കല്ലിൽ കാൽ അറിയാതെ തട്ടിപ്പോകുന്നതോ പോലെ അല്ല, അറിഞ്ഞുകൊണ്ട് ഒരു കുഴിക്കകത്ത് പോകുന്നതും അറിഞ്ഞുകൊണ്ട് ഒരു കല്ലിന്മേൽ നമ്മുടെ കാല് കൊണ്ട് ചെന്ന് തട്ടുന്നത്. ക്രിസ്തു അറിഞ്ഞുകൊണ്ട് സ്വയം ഏറ്റെടുത്ത ഒന്നിന്റെ പേരാണ് വിശുദ്ധ കുരിശ്. അതുകൊണ്ടാണ് ആ കുരിശ് വിശുദ്ധമാകുന്നത്, അറിയാതെ എടുത്തതല്ല. ആ കുരിശിലേക്ക് പോകുന്നതിന് മുമ്പ് കർത്താവ് പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനയെ പറ്റിയാണ് 1-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. ഇത് പറഞ്ഞിട്ട്, അതായത് ശിഷ്യന്മാരോട് ഞാൻ ക്രൂശിതനായി പോകുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെ ആയിരിക്കണമെന്ന് പഠിപ്പിച്ചതിന് ശേഷം, അല്ലെങ്കിൽ ഞാൻ പോയതിന് ശേഷം നിങ്ങൾ എങ്ങനെ ഈ ലോകത്തിൽ പെരുമാറണമെന്ന് പഠിപ്പിച്ചതിന് ശേഷം ക്രിസ്തു ഉയരത്തേക്ക് നോക്കി ഇവിടെ പ്രാർത്ഥിച്ചു വന്നല്ല എഴുതിയിരിക്കുന്നത്. എന്താണ് എഴുതിയിരിക്കുന്നത്? പറഞ്ഞത് എന്തെന്നാ ദൈവത്തിന് സ്തോത്രം. ഒരു ഭയങ്കരമായ ആത്മീക സത്യവും അത് വിശദീകരിക്കുവാനായിട്ട് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ എളുപ്പത്തിൽ അത് പറഞ്ഞ് മനസ്സിലാക്കി പോയിരുന്നു. ഞാൻ എൻ്റെ അമ്മയോട് 1000 രൂപ ചോദിക്കുകയാണെങ്കിൽ അമ്മയോട് എനിക്ക് എന്ത് ചെയ്താൽ മതി? ചോദിച്ചാൽ മതി, അമ്മ എനിക്ക് 1000 രൂപ വേണം, അല്ലെങ്കിൽ ഞാൻ 1000 രൂപ എടുക്കുക. അതേസമയം ഞാൻ വേറൊരാളോടാണ് ചോദിക്കുന്നതെങ്കിൽ അതിന് ഇച്ചിരിയുടെ എക്സ്പ്ലനേഷൻ കൊടുക്കണം. അമ്മോനെ ട്യൂഷന് ഫീസ് കൊടുക്കണമെന്നോ വീട്ടിൽ എന്തെങ്കിലും മേടിക്കണമെന്നോ. ഇനി ഒട്ടും പരിചിതമല്ലാത്ത ഒരു സ്ഥലത്ത് നിന്നാണ് നമ്മൾ ആ പൈസ ചോദിക്കുന്നതെങ്കിൽ അതിനെന്തെങ്കിലും സെക്യൂരിറ്റി നമ്മൾ കൊടുക്കണം. ഈ നമ്മുടെ പ്രാർത്ഥന ഈ 3 ഉദാഹരണത്തിൽ എവിടെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കും. ഞാനും എൻ്റെ പിതാവുമായിട്ടുള്ള സംഭാഷണമാണ് അവിടെ നടക്കുന്നെങ്കിൽ പ്രാർത്ഥന കേവലം പറച്ചിൽ. അതാണ് ക്രിസ്തു ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. നിങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുക. യേശു സ്വർഗത്തേക്ക് നോക്കി സംസാരിച്ചു, പറഞ്ഞു. പ്രാർത്ഥിച്ചു എന്നല്ല എഴുതിയിരിക്കുന്നു, അപേക്ഷിച്ചു എന്നല്ല, യാചിച്ചു എന്നല്ല, വിശദീകരിച്ചു എന്നല്ല. ഞാൻ നോമ്പുകാലത്ത് ഞാൻ ഈ അടുത്ത കാലത്ത് പ്രസംഗിച്ച എല്ലായിടത്തും പറഞ്ഞ ഒരു വാക്യം ഇതാണ്: നിങ്ങളുടെ പ്രാർത്ഥനയെ ഒന്നുകൂടെ നവീകരിക്കുന്ന ദിനമാണ് നോമ്പ്. അവിടെ ഈ 16-ാം അധ്യായത്തിന്റെ ഇടയ്ക്ക് നമ്മൾ വായിച്ചു വരുന്ന സമയത്ത് 25-ാം വാക്യത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്, അവൻ സാദൃശ്യമായി പറയാതെ സ്പഷ്ടമായി പറയും. നമ്മൾ ഇതുവരെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് സാദൃശ്യം പോലാണ്, നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് സ്പഷ്ടമല്ലാതാണ്. നോമ്പിന്റെ ആദ്യത്തെ പടി എന്ന് പറയുന്നത് സാദൃശ്യത്തിൽ നിന്ന് സ്പഷ്ടതയിലേക്ക് എന്നുള്ളതാണ്. ഇവിടെ പ്രാർത്ഥനയുടെ വിശദീകരണത്തിലേക്ക് കർത്താവ് പോകുന്നത് ഇങ്ങനെയാണ്: സ്വർഗത്തേക്ക് നോക്കി സംസാരിച്ചു. ഈ സംസാരം എന്ന് പറയുന്നത് ഞാനും അപ്പുറത്ത് നിൽക്കുന്ന ആളുമായിട്ടുള്ള ബന്ധം പോലെ ഇരിക്കും നമ്മുടെ പറച്ചിലിന്റെ ഏറ്റക്കുറച്ചിൽ. കൊച്ചാപ്പയുടെ മോള് വിളിച്ചാൽ നമ്മൾ 1/2 മണിക്കൂർ സംസാരിക്കും. കൂട്ടുകാരി വിളിച്ചാൽ നമ്മൾ 1/4 മണിക്കൂർ സംസാരിക്കും. പരിചയക്കാരോ കൂടെ ജോലി ചെയ്യുന്ന ആളിൻ്റെ അടുത്തോ നമുക്ക് 10-20 മിനിറ്റോ ഒക്കെ സംസാരിക്കാം. നമ്മളെ ഭാര്യ വിളിച്ചാൽ മീൻ മേടിക്കണം കട്ട് ചെയ്ത് വെച്ചു, കുഞ്ഞിന് സുഖമുണ്ടോ ഉണ്ട്, കട്ട് ചെയ്ത് വെച്ചു. ഈ സംസാരമാണ് നമ്മുടെ പ്രാർത്ഥനയുടെ അഴകെന്ന് പറയുന്നത്. സംസാരം ഇവിടെ ക്രിസ്തു അത് തന്നെയാണ് പറഞ്ഞത്. ഇതെല്ലാം പറഞ്ഞിട്ട് തല ഉയർത്തി സ്വർഗത്തേക്ക് നോക്കി വർത്തമാനം പറയും. ആ വർത്തമാനത്തിന്റെ ആഴമൊക്കെ താഴേക്ക് എഴുതിയിട്ടുണ്ട്. നമ്മൾ വേറൊരു ദിവസം ആ ഭാഗം എന്നെങ്കിലും ധ്യാനിക്കുന്ന സമയത്ത് നമുക്ക് ധ്യാനിക്കാം. വർത്തമാനം പറയും. നിങ്ങളുടെ പ്രാർത്ഥനയെ റീഡിഫൈൻ ചെയ്യണം. നിങ്ങൾ പിതാവിനോടാണ് പ്രാർത്ഥിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, ആ മനുഷ്യനുമായിട്ട് നിങ്ങൾക്ക് അത്ര ആഴത്തിലുള്ള ഒരു ബന്ധം ഉണ്ടെങ്കിൽ വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കാനേ ഉള്ളൂ. പ്രാർത്ഥനയ്ക്ക് ഉത്തരവല്ല ആവശ്യം, പ്രാർത്ഥനയാണ് ഉത്തരം. പ്രാർത്ഥനയാണ് ഉത്തരം. കർത്താവിന്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് അത്രയും ആഴമുള്ളതാണ്. അവന്റെ ഉത്തരം ആ പ്രാർത്ഥനയിൽ തന്നെ ഉണ്ടായിരുന്നു. ഉടനെ ദൂതൻ ഇറങ്ങി അവനെ ആശ്വസിപ്പിച്ചു എന്നാണ്, കരുത്തു കൊടുത്തതെന്നാണ് വേദപുസ്തകത്തിൽ എഴുതി. ഞാൻ ഈ രാത്രിയിൽ ഞാൻ ആ ഭാഗം ഇങ്ങനെ പറഞ്ഞ് വിടുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥനകൾ അല്പം കൂടെ പുതുക്കി പണിയേണ്ട ഒന്നായി മാറണം എന്നുള്ളതാണ് നോമ്പിന്റെ ഏറ്റവും ആഴത്തിലുള്ള ഒരു കാര്യം. അത് പ്രാർത്ഥന എന്നുള്ളത് ഒരു വർത്തമാനമായി മാറണം, ഒരു സംസാരമായി മാറണം. നാമും പിതാവുമായിട്ട് ആഴത്തിൽ ഒരു ബന്ധം ഉണ്ടാവേണ്ടതും ആവശ്യമാണ്. പ്രാർത്ഥനയ്ക്ക് ഉത്തരവല്ല ആവശ്യം. ഇവിടെ കർത്താവ് ചെയ്യുന്നത് പ്രാർത്ഥിച്ച് ഒരുങ്ങുകയാണ് ചെയ്യുന്നത്. പ്രാർത്ഥന എന്താണ് യഥാർത്ഥത്തിൽ? പ്രാർത്ഥന കേവലം മറുപടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കുത്തിയിരിപ്പല്ല. പ്രാർത്ഥന കേവലം മറുപടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു മുട്ടലല്ല, ഒരു വീർപ്പ് മുട്ടലല്ല, മറുപടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കെഞ്ചലോ യാചനയല്ല. പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരുക്കമാണ്. നാളെ അല്ലെങ്കിൽ തൊട്ടടുത്ത നിമിഷം ഞാനും നിങ്ങളും പ്രവേശിക്കാൻ പോകുന്ന ഏത് കർമ്മഭൂമിയായാലും ഏത് പടുകുഴിയായാലും
അവിടെ നമ്മൾ നിൽക്കും എന്നുള്ളതിന്റെ കരുത്തിന്റെ പ്രതീകമാണ് പ്രാർത്ഥന. ക്രിസ്തു കുരിശിലേക്ക് പോകാനായിട്ട് പ്രാർത്ഥിച്ചു, കുരിശ് ഒഴിവാകാനായിട്ടല്ല പ്രാർത്ഥിച്ചു. ഒറ്റ പ്രാവശ്യം അങ്ങനെ പ്രാർത്ഥന കാണുന്നുള്ളൂ. പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരുക്കം, പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരുക്കം തന്നെയാണ്. പ്രാർത്ഥനയ്ക്ക് ഉത്തരമല്ല, പ്രാർത്ഥന തന്നെയാണ് ഉത്തരം. അവൻ സ്വർഗത്തേക്ക് നോക്കി വർത്തമാനം പറഞ്ഞു. അതിനുശേഷം നമ്മൾ വായിച്ച ഭാഗത്തേക്ക് വരുന്ന സമയത്ത് 16-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം, 26-ആണല്ലോ നമ്മൾ വായിച്ചത്. ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ട് ലോകത്തിൽ വന്നിരിക്കുന്നു, പിന്നെ ഈ ലോകത്തെ വിട്ട് പിതാവിന്റെ അടുക്കിലേക്ക് പോകുന്നു. ഒറ്റ വാക്കിൽ തന്റെ ജീവിതത്തെ അടയാളപ്പെടുത്തി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ അറിഞ്ഞുകൊണ്ട് സ്വീകരിക്കുന്ന ഒന്നിന്റെ പേരാണ് കുരിശ്. രണ്ടാമതൊരു പ്രശ്നം, ഏതൊരു കാര്യത്തെയും മഹത്തരമാക്കും. നമ്മൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണ്, നല്ല കാര്യം ചെയ്യാൻ അവസരം കിട്ടിയാൽ നല്ല കാര്യം ചെയ്യുന്നവരാണ്. നല്ല കാര്യം ചെയ്യുന്നത് അത് അല്പം കൂടെ മെച്ചമാകുന്നത് നമ്മൾ ആ പ്രവൃത്തിയിൽ ഏർപ്പെടുന്നത് മാത്രമല്ല, ആ പ്രവൃത്തിയോട് നമ്മൾ കാണിക്കുന്ന മനോഭാവം കൂടെ. ക്രിസ്തു കുരിശിൽ കാണിച്ച മനോഭാവം ഏറ്റവും ആഴമുള്ളതായിരുന്നു. കുരിശിനെ സൗന്ദര്യമുള്ളതാക്കി മാറ്റിയ രണ്ടാമത്തെ കാഴ്ച അത് തന്നെയാണ്. ക്രിസ്തു വളരെ ശാന്തനും സൗമ്യനും വളരെ സ്നേഹവാനും ഒക്കെ ആയിട്ട് കുരിശിൽ കിടന്നു. അവിടെ നിൽക്കുമ്പോൾ തന്നെ ക്രിസ്തു മരിക്കാൻ പോകുന്നു എന്ന് അറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് ശിഷ്യന്മാരോട് അതിനെപ്പറ്റി വിശദീകരിച്ച ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചത്. ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് വന്നു, ഞാൻ ഇനി പിതാവിന്റെ അടുക്കലേക്ക് പോകുന്നു. ഒരു ജീവിതത്തെ കോട്ടാൻ കോട്ട് ചെയ്യുകയാണ്. ഒരു ഇൻവേർട്ടഡ് കോമയ്ക്കകത്ത് ഇവിടെ തുടങ്ങി ഇവിടെ അവസാനിക്കുക. എന്തായിരുന്നു കർത്താവിന്റെ ജീവിതത്തെ പറ്റിയുള്ള ഒരു വിലയിരുത്തൽ? ഞാൻ എവിടെ തുടങ്ങിയെന്നും ഞാൻ എവിടെ അവസാനിക്കുമെന്നും കർത്താവിന് നല്ല ഓർമ്മ. എന്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിന്റെ ആകത്തുക എന്ന് പറയുന്നത് ഏത് തന്നെയാണ്? ഇത് തന്നെയാണ്. നമ്മൾ പിതാവിന്റെ അടുത്തേക്കാണ് പോകുന്നുവെന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചിന്തിക്കാറുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ നമ്മൾ അവസാനം അവിടെ വരുമെന്നൊക്കെ ആഗ്രഹിക്കും. നമ്മൾ എവിടെ തുടങ്ങിയെന്ന് നമ്മൾ അറിയുന്നു. നമ്മൾ തുടങ്ങിയത് അവിടെ നിന്നാണെന്നുള്ള തിരിച്ചറിയേണ്ട ഒരു കാലത്തിന്റെ പേരാണ് നോമ്പ്. നമ്മൾ എവിടെ തുടങ്ങി? കേവലം ഒരു അമ്മയുടെ ഉദരത്തിൽ നമ്മൾ ഉരുവായി ഭൂമിയിലേക്ക് ഒരു മനുഷ്യനായി അവതരിച്ച് അതിങ്ങനെ ജനിച്ച് ജീവിച്ച് മുകളിലേക്ക് പോയി എന്നുള്ള സത്യമായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉത്ഭവം വേദോസ്വത കൃത്യമായിട്ട് പറയുന്നുണ്ട്. നീ നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകും മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. ഭൂമിക്ക് ഞാൻ ഈ ശിലയിടുന്നതിന് മുമ്പേ നീ എന്റെ മനസ്സിലുണ്ടാകും. അതാണ് വേദോസ്തവത്തിന്റെ കാഴ്ചപ്പാട്. ഇവിടെ ക്രിസ്തു അതിനെ അല്പം കൂടെ ഭംഗിയുള്ളതാക്കി പറയുകയാണ്. കേവലമായ ഒരു ജീവിതം, ഒരു 33.5 വർഷക്കാലത്തെ ജീവിതം, അതിൽ തന്നെ ഒന്ന് ഇടപെട്ടത് കേവലം 3.5 വർഷം. അതിനു മുമ്പുള്ള ജീവിതത്തെ പറ്റി ഒന്നും അടയാളപ്പെടുത്തിയിട്ട് പോലുമില്ല. അത്രയും ഹ്രസ്വമായ ഒരു ജീവിതം. ഇനി ധാരാളം ചെയ്യാനുണ്ടായിരുന്നു. ആ മനുഷ്യൻ ഭൂമിയിൽ ഉണ്ടായിരുന്നെങ്കിൽ എത്രയോ മനുഷ്യർക്ക് പിന്നെയും ഗുണം ചെയ്തിരുന്നു. അപ്പോഴും കർത്താവിന് ഒരു പരാതിയില്ലാതെ തന്റെ ജീവിതത്തെ ഒരു ബ്രാക്കറ്റിനകത്ത് കോട്ട് ചെയ്ത് കർത്താവ് പറയുന്ന ഒരു വാചകമാണ്, ഞാൻ എന്റെ പിതാവിൽ നിന്ന് ഉത്ഭവിച്ച് ഞാൻ അവനിലേക്ക് അവസാനിക്കുന്നു. അതിനപ്പുറത്തൊന്നുമില്ല. നമ്മുടെ ജീവിതത്തെ ഈ രീതിയിൽ ഒന്ന് സമ്മറൈസ് ചെയ്യാനായിട്ട് സാധിക്കും എങ്കിൽ നമ്മുടെ നോമ്പ് നല്ലതായി. ഞാൻ എവിടെ തുടങ്ങിയെന്നും ഞാൻ എവിടെ അവസാനിക്കുന്നുവെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. അബ്രഹാമിന്റെ മടിത്തട്ടിൽ വിശ്രമിച്ച ഒരു ദരിദ്രനായ മനുഷ്യനെ വേദവസ്ഥ അടയാളപ്പെടുത്തുന്നു. ആ കാഴ്ചയാണ് നമുക്കൊക്കെ ഉള്ള പ്രതിഫലം. അവൻ ഈ ഭൂമിയിൽ കഷ്ടപ്പെട്ടു, പ്രയാസപ്പെട്ടു. ഒരു പക്ഷേങ്കിൽ നമ്മുടെയൊക്കെ കാഴ്ചപ്പാടിൽ പറഞ്ഞാൽ അവന് നീതി കിട്ടിയില്ല, അവന് ലോകത്ത് ആരും കരുണ കാണിച്ചില്ല. അവനോട് എറിഞ്ഞു കൊടുക്കുന്ന കേവലം ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഭക്ഷിച്ച് അവൻ കിടന്നു. കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കാണുന്ന ഒരു കാഴ്ച, പിതാവിന്റെ മടിത്തട്ടിൽ അവൻ ഇങ്ങനെ നീണ്ടു നിവർന്ന് ഒരു കൊച്ചുകുട്ടി കിടക്കും പോലെ കിടക്കുക. അവന് വെള്ളം കൊടുക്കുന്നത് പിതാവാണ്, അവനെ വീശി കൊടുക്കുന്നത് പിതാവാണ്, അവനെ ആശ്വസിപ്പിക്കുന്നത് പിതാവാണ്, അവന്റെ നെറുകയിൽ ചുംബിക്കുന്നത് പിതാവാണ്, അവനെ തലോടുന്നത് പിതാവാണ്. എവിടെ തുടങ്ങി നമ്മൾ എവിടെ അവസാനിക്കും? ക്രിസ്തുവിന്റെ ജീവിതം പൊടുന്നനെ ഈ ലോകത്തിൽ അവസാനിക്കുന്ന സമയത്ത് അവന് പ്രയാസമല്ല, നീരസമല്ല, വേദനയല്ല. അവൻ ആശ്വസിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്നത് എങ്ങനെയാണ്? ഞാൻ ആത്യന്തികമായി എൻ്റെ ഉറവിടത്തിലേക്ക് മടങ്ങുന്നു, ഞാൻ എൻ്റെ പിതാവിന്റെ അടുത്തേക്ക് മടങ്ങും. ഈ വിശ്വാസം നമുക്കുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ പ്രയാസമുണ്ട്, നമ്മുടെ സഭയ്ക്കകത്ത് പ്രയാസമുണ്ട്, നമ്മൾ കടുത്ത വേദനയിലും നിരാശയിലും ഒക്കെയാണ്. ജീവിതത്തെ ഇങ്ങനെ സമ്മറൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതുപോലെ ഉദാത്തമായ പ്രാർത്ഥന പ്രാർത്ഥിച്ച് ധാരാളം മനുഷ്യരുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, അവൻ തന്നു, അവൻ എടുത്തു.
അത്രയല്ലേ ഉള്ളൂ. അതിനപ്പുറത്തൊന്നും പറയാനായിട്ട്. നേരെ തിരിച്ച് ഈ ധനവാനായ മനുഷ്യൻ അവിടെ കിടന്ന സമയത്ത് അവന്റെ നാവിനെ തണുപ്പിക്കാൻ ഒരിറ്റു വെള്ളം അവന് ചോദിച്ചപ്പോൾ അവന് കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴത്തെ കാഴ്ചയോ എത്ര മാനപ്പെട്ട. നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ ഒന്ന് സമ്മറൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. എൻ്റെ ജീവിതം ഞാൻ തുടങ്ങിയത് എവിടെ നിന്നാണ്, ഞാൻ അവസാനിപ്പിക്കുന്നത് എവിടെയാണ്. അതിനിടയിലുള്ള ഒരു കാലമാണ് നമ്മൾ ഈ ഭൂമിയിലായിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരാംശം ഇത്രയേ ഉള്ളൂ. നമ്മൾ എവിടെ തുടങ്ങി എവിടെ അവസാനിക്കുന്നു. എൻ്റെ ഉറവിടമാണ് നീ, എൻ്റെ മറവിടമാണ് നീ. ഞാൻ ആത്യന്തികമായി വന്നു ചേരേണ്ട ഇടത്തിന്റെ പേരാണ് ഈ പിതാവിന്റെ മാറുവിടം. നമുക്ക് ആശ്വസിക്കാനായിട്ട് ഇടമുണ്ട്, നമുക്ക് ആശ്വസിക്കാനായിട്ട് ഒരു മറവിടമുണ്ട്. ഒരു ഇങ്ങനെ ആകാശത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ വീർപ്പ് മുട്ടി ഇങ്ങനെ തങ്ങി നിൽക്കുന്ന കാർമേഘമുണ്ട്, പെയ്തൊഴിയാനായിട്ട് കാത്തിരിക്കുന്നു. ഇതിങ്ങനെ വെമ്പൽ കൊണ്ട് നിൽക്കുകയാണ്. ഒരു മഴ പെയ്തു കഴിഞ്ഞാലേ അതിന് സഹിച്ചു. മഴ ഇങ്ങനെ പെയ്തു കഴിഞ്ഞാലോ അത് പുഴയിലേക്ക് എത്തിച്ചേരുന്നു, പുഴ ആഴിയിലേക്ക് എത്തിച്ചേരുന്നു, ആഴിയിൽ നിന്ന് വീണ്ടും അത് ബാഷ്പമായി മുകളിലേക്ക് തന്നെ പോകും. ഇങ്ങനെ നടക്കുന്ന ഒരു ചാക്രികമായ പ്രക്രിയ. അത് തന്നെയാണ് നമ്മുടെ ജീവിതം. നമ്മുടെ ഉത്ഭവം എവിടെയാണ്, നമ്മുടെ അവസാനം എവിടെയാണ്. തുടങ്ങാനും ഒടുങ്ങാനും പറ്റിയ ഇടത്തിന്റെ പേരാണ് നമ്മുടെ പിതാവ്. ആ പിതാവിനോടുള്ള അമിതമായ വാത്സല്യത്തിന്റെ പുറത്ത്, ഭക്തിയുടെ പുറത്ത് ക്രിസ്തു സധൈര്യം ഏറ്റെടുത്തതാണ് ഈ കുരിശ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ രാത്രികാലം ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ വിചാരങ്ങളെ അവിടെ അവസാനിപ്പിക്കും. എനിക്കൊരു പിതാവുണ്ട്. ഈ ലോകത്തിൽ നമുക്ക് കരുത്തു തരുന്ന ഏക വിചാരം അത് തന്നെയാണ്. ക്രിസ്തു അത് തന്നെയാണ് പറഞ്ഞത്. ഞാൻ മുന്നോട്ടൊന്ന് വായിക്കാനായിട്ട് ആഗ്രഹിക്കാത്തതുകൊണ്ടാണ് ഞാൻ അവിടെ അങ്ങനെ അവസാനിപ്പിക്കുന്നത്. ഏറ്റവും അവസാനം, ആ അധ്യായത്തിന്റെ ഏറ്റവും അവസാനം ക്രിസ്തു പറഞ്ഞു വയ്ക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ എല്ലാം സ്വന്തത്തിലേക്ക് ചിതറിപ്പോകും, നിങ്ങൾ എല്ലാവരും എന്നെ വിട്ടു പോകും, പക്ഷേ വാക്യം ഭയങ്കര സുന്ദരമാണ്. എന്താ എഴുതിയിരിക്കുന്നത്? പിതാവ്, ഏറ്റവും അവസാനത്തെ വാക്യത്തിന്റെ തൊട്ട് മുകളിൽ 30 എനിക്ക് കാണാത്തോണ്ടാണ് 32. നിങ്ങൾ ഓരോരുത്തൻ താന്താന്റെ സ്വന്തത്തിലേക്ക് ചിതറിപ്പോവുകയും എന്നെ ഏകനായി വിടുകയും ചെയ്യുന്ന നാഴിക വരുന്നു, വന്നുമിരിക്കും. അടുത്ത വാക്യം, പിതാവ് എന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഏകൻ. എന്താണ് നമ്മുടെ കരുത്ത്? എന്താണ് നമ്മുടെ ബലം? ലോകത്തിലുള്ളതെല്ലാം ചിതറിപ്പോയി, കൂടെ ഉണ്ടായിരുന്നവരൊക്കെ വിട്ടുപോയി, അവൻ ഒറ്റയ്ക്കായി. അപ്പോഴും കർത്താവ് പറയുന്നത് എങ്ങനെയാണ്? കുരിശിൽ അവൻ അനുഭവിച്ച സന്തോഷത്തിന്റെ ബലത്തിന്റെ അടയാളം എന്ന് പറയുന്ന പിതാവ്. എങ്കിലും പിതാവിന്റെ കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ. നമ്മുടെ ഈ കാലം കേവലമായി കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ മുമ്പൊക്കെ അവസാനിപ്പിച്ച്, കഷ്ടാനുഭവാഴ്ചയൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ച് നമ്മൾ ഈ വിചാരം നമ്മൾ മറന്നു പോകും. ഞാൻ തുടങ്ങിയത് എവിടെ നിന്നാണ്? എന്നെ വെട്ടിയെടുത്ത ഖനികർപ്പ് എവിടെയാണ്? ഞാൻ തുടങ്ങിയ എൻ്റെ ഉറവിടം എവിടെയാണ്? എൻ്റെ സ്രോതസ് എവിടെയാണ്? ഞാൻ ആത്യന്തികമായി എവിടേക്കാണ് യാത്ര? ക്രിസ്തുവിന്റെ സന്തോഷത്തിന്റെ ഏറ്റവും പാരമ്യമായ സത്യം എന്ന് പറയുന്നത് അവൻ പിതാവിൽ തുടങ്ങി പിതാവ്. എന്റെ നിങ്ങളുടെ ജീവിതത്തെ ഇങ്ങനെ ഒറ്റ വാക്കിൽ സംഗ്രഹിക്കാൻ പറഞ്ഞാൽ എന്ത് പറയുന്നു? കർത്താവിനത് തടുപ്പുള്ള ചോദ്യമായിരുന്നില്ല, എളുപ്പമുള്ള ചോദ്യം. ഒറ്റ വാക്കിൽ പറഞ്ഞ അവസാനം അവന്റെ ബലം അതായി. നിങ്ങളെല്ലാവരും വെക്കോ, നിങ്ങളെല്ലാവരും വിട്ടു വെക്കൂ, ഒരിടത്ത് നിന്നും നമുക്ക് ഒരു സപ്പോർട്ടും വേണം. എന്താ കാര്യം? പിതാവിന്റെ കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ഏകനാണ്. അതുകൊണ്ട് ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ കുരിശനുഭവങ്ങളും ഇത്തരത്തിലുള്ളതായി മാറട്ടെ. പിതാവിലേക്ക് എത്താനായിട്ട് ഇടയാകട്ടെ. നമ്മൾ എവിടെയെങ്കിലും ഒറ്റയ്ക്കായി പോകുന്നു, തോറ്റു പോകുന്നു, പതറിപ്പോകുന്നു എന്നൊക്കെ തോന്നുന്ന സമയത്ത് ദൈവം നമുക്ക് കരുത്ത് തരും. ഇങ്ങനെ കരുത്ത് തരും. ഈ വിചാരങ്ങളാൽ ദൈവം നമുക്ക് കരുത്ത് തരും. എന്താണ് നമ്മുടെ വിചാരം? പിതാവിനോട് കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ഏകനാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവം